റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാവിലെ സ്വർഗ്ഗവും നരകവും കണ്ടില്ലേ? അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്നെ നരകത്തിന്റെ അരികിലേക്ക് കൊണ്ടു നിർത്തുകയാണ്. നരകത്തിന്റെ അരികിൽ ഞാൻ പോയി നിൽക്കുമ്പോ ഒരുപാട് സഹോദരിമാരതിൽ വെന്തുരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, എന്താണ് ജിബ്രീലേ ഈ കാണുന്നത്? ഹബീബായ തങ്ങൾ പറയുകയാണ്, റഅയ്തു ഇംറഅതൻ ഖദ് ശുദ്ദത് സദിയൈഹാ വയദാഹാ ഇലാ നാസിയതിഹാ. ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം സ്ത്രീകളുടെ രണ്ട് കൈകളും നെറുകംതലയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, രണ്ട് കാലുകളും മാറിടത്തിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വഖദ് സല്ലല്ലാഹു അലൈഹൽ ഹയ്യാതി വൽ ഖാരിബ്. പാമ്പുകളെയും തേളുകളെയും ആ സഹോദരിയുടെ ശരീരത്തിലേക്ക് അല്ലാഹു വിസർജിച്ചിരിക്കുകയാണ്, വിന്യസിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. ആ സഹോദരി പൊട്ടിത്തെറിക്കുകയാണ്, ബിൽ വൈലി വസ്സബൂർ, ബിൽ വൈലി വസ്സബൂർ. എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊരു പരിഹാര മാർഗമുണ്ടോ? എനിക്കൊരു സംരക്ഷണമുണ്ടോ? സഹായമുണ്ടോ? ആ പെണ്ണിന്റെ നിലവിളി കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മൻ ഹൗലായി യാ ജിബ്രീൽ? ആരാണ് ജിബ്രീലേ? ഇതാരാണ് ജിബ്രീലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ പെണ്ണിന്റെ സ്വഭാവം അങ്ങേക്ക് ഞാൻ ഒന്ന് വിവരിച്ചു തരട്ടെയോ ഹബീബേ? ഇന്നഹാ തൂതി ഫിറാശ സൗജിഹാ. തന്റെ ഭർത്താവ് വിദേശത്ത് പോയ സമയത്ത്, തന്റെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത്, തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ അന്യപുരുഷന്മാർക്ക് വേണ്ടി ബെഡ്റൂം തുറന്നു കൊടുത്തവളാണ് നബിയേ. അടുക്കളയുടെ വാതിൽ തുറന്നു കൊടുത്തവളാണ് നബിയേ. തന്റെ പവിത്രമായ, തന്റെ പരിശുദ്ധമായ, തന്റെ ചാരിത്ര്യ ശുദ്ധിയെ തകർത്തെറിയാൻ വേണ്ടി അന്യപുരുഷന്മാർക്ക് വേണ്ടി കിടപ്പറ പങ്കിടാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത പെണ്ണ്. ആ പെണ്ണിന്റെ രണ്ട് മാറിടങ്ങളും നരകത്തിന്റെ തൂണിൽ വലിച്ചു കെട്ടുകയാ. അവളുടെ രണ്ട് കാലുകളും മാറിടത്തിൽ വെച്ച് ബന്ധിക്കുകയാണ്. പാമ്പുകളും തേളുകളും വന്നവളെ ആക്രമിക്കുമ്പോ കൈകൊണ്ട് തടഞ്ഞു മാറ്റാനോ കാലുകൊണ്ട് തട്ടിയെറിയാനോ സാധിക്കാതെ അവള് നിലവിളിയോടെ നിലവിളിയാണ്, നിലവിളിയോടെ നിലവിളിയാണ്. ബിൽ വൈലി വസ്സബൂർ, യാ വൈലതാ യാ ഖസ്റതാ. എന്റെ നാശമേ, എന്റെ നാശമേ, റബ്ബിർജിഊൻ, റബ്ബിർജിഊൻ. ഒന്ന് മടക്കുമോ അല്ലാ, മടക്കുമോ അല്ലാ? നാളെ ഈ ഒരു രംഗം അല്ലാഹുവിന്റെ റസൂല് കണ്ടുവെങ്കിൽ എന്റെ പൊന്നു പെങ്ങളെ, നിനക്ക് വേണ്ടിയല്ലയോ നിന്റെ ഭർത്താവ് മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത്? നിന്റെ മക്കൾക്ക് വേണ്ടിയല്ലയോ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത്? ചോര നീരാക്കിക്കൊണ്ട് മരുഭൂമിയുടെ മടിത്തട്ടിൽ ഉണ്ണാതെ പണിക്കുഴി കഴിക്കാതെ വിശ്രമിക്കാതെ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരെ, അവരെ വഞ്ചിക്കരുതേ പൊന്നു പെങ്ങളെ. അത് അല്ലാഹുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാ. നിങ്ങളെ സാലിഹത്തായ അടയാളങ്ങളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കപ്പെടുന്നതിന്റെ കാരണമാണ്. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ, സാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ വഹഫിളത് മാലഹാ മാലഹു വനഫ്സഹാ. അവളുടെ ശരീരത്തെയും ഭർത്താവിന്റെ സമ്പത്തിനെയും കാത്തു സൂക്ഷിക്കുന്ന പെണ്ണാണ്. അതാണ് സാലിഹത്തായ പെണ്ണ്. അല്ലാതെ സാലിഹ സാലിഹ എന്ന് പേരുള്ളത് കൊണ്ടൊന്നും സാലിഹാവൂ, അത് ഫാസിദയായി മാറും സംഭവം. സാലിഹ എന്ന് പേരിട്ട് അങ്ങനെ സാലിഹാവുക. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. സാലിഹത്തായ പെണ്ണിന്റെ അടയാളം ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇതാണ് പഠിപ്പിച്ചു തന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നത് സ്നേഹമില്ലാത്തതിന്റെ കാരണമാണ്, പ്രണയിക്കാത്തതിന്റെ കാരണമാണ്. ഭാര്യയെ ഭാര്യയായിട്ട് ഭർത്താക്കന്മാരെ നിങ്ങൾ കാണരുത്, ഭാര്യയെ കൂട്ടുകാരിയായി നിങ്ങൾ കാണണേ. കൂട്ടുകാരിയായിട്ട് കാണണം. ഫ്രണ്ട് ഫ്രണ്ട് എല്ലാം നമ്മൾ ഫ്രണ്ടല്ലേ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് തന്നെ ആയിരിക്കണം സംഭവം. അല്ല, അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ എന്താ? ഭാര്യയ്ക്ക് മത്തഖദ സാഹിബത്തൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്കാണ് മത്തഖദ സാഹിബത്തൻ വലാ വലദ. അല്ലാഹുക്ക് ഒരു ഭാര്യ ഇല്ലായിരുന്നു. ഭാര്യ എന്ന് പറഞ്ഞ സാഹിബത്ത് എന്ന ആ വാക്ക് ഉപയോഗിച്ചത് ഖുർആനിൽ. സാഹിബത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി എന്നർത്ഥം. ഭാര്യ ആരാണ്? കൂട്ടുകാരിയാണ്. ഭാര്യയായിട്ട് ചാറ്റ് ചെയ്യണം, ഭാര്യയായിട്ട് വാട്സാപ്പിലൊക്കെ ബന്ധപ്പെടണം, ഭാര്യയായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ബന്ധപ്പെടണം. അപ്പൊ അവർക്കും വലിയ ഇഷ്ടമായി, നമുക്കും വലിയ ഇഷ്ടമായി. നമുക്ക് ഇഷ്ടം ഇല്ലെങ്കിലും ചുമ്മാങ്കിലും ഒന്ന് ബന്ധപ്പെട്ടുകൂടെ? നമുക്ക് ഇഷ്ടമായെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും?
ബെൻസ് കിടക്കുമ്പോൾ അംബാസഡർ എന്ത് ഇഷ്ടം, ബിരിയാണി അടക്കുമ്പോൾ വെറുംചോറിന് വല്ല ചാൻസ് വല്ല ഉണ്ടോ സംഭവം? അപ്പൊ നിങ്ങൾ ഒന്ന് ചാറ്റ് ചെയ്ത് കൊടുക്കും, അവർക്കൊരു സന്തോഷം, മനസ്സിന്റെ പൊരുത്തം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇദാ നളറ ഇലൈഹി വനളറത ഇലൈഹാ നളറ ഇലൈഹാ വനളറത ഇലൈഹി നളറല്ലാഹു ഇലൈഹി മാ നളറർ റഹ്മാൻ. രണ്ടുപേരും പരസ്പരം നോക്കുമ്പോഴത്തേക്ക് എന്താ എല്ലാം മാറി. കണ്ണോട് കൂടി ഒന്ന് നോക്കണം. കണ്ണാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഒന്ന് കണ്ണാണ്. കണ്ണിലേക്ക് നോക്കണം. നിങ്ങളും അങ്ങോട്ട്. നമുക്കും അതല്ലേ, പെണ്ണുങ്ങന്മാരെ ഈ പർദായും ബുർക്കായും നിഖാബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോ ആ ഇടയ്ക്കുള്ള ഭാഗം കാണുമ്പോ കനാല് എന്ത് രസമാണ് കാണാൻ അല്ലേ? ഒന്നുമില്ലെങ്കിലും അല്ല, അതൊക്കെ കാണുമ്പോൾ തന്നെ നിഖാബ് അഴിക്കുമ്പോ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിരിക്കും, അത് സംഭവം പറ്റേ. എന്നാൽ തന്നെയും അതല്ലാതെ ഇത് മാത്രം കാണുമ്പോ ഭയങ്കര ചന്തല്ലേ, രസമല്ലേ കാണാൻ തന്നെ. നമുക്കൊരു വല്ലാത്തൊരു ഒരു ആവേശമായി പോലെ കാണാൻ തന്നെ. മൊത്തത്തിൽ ഇങ്ങനെ മൂടിട്ട് പോകും. ഇതന്നെ അതാണ്, അങ്ങനെയാണ് സർപ്രൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആളുകൾക്ക് ഇത് കാണാൻ വേണ്ടി. സ്വർഗത്തിൽ അങ്ങനെ തന്നെ. ഹൈമേല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പെണ്ണുങ്ങളെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കൽ ഇങ്ങനെയല്ലേ. ഹൈമേല് പ്രത്യേകമായ ഹൈമേല് അവളെയൊക്കെ മൂടി പേരൊക്കെ എഴുതി രജിസ്റ്റർ ചെയ്ത് അങ്ങനെ വെച്ചിരിക്കാൻ. അത് കാണാൻ വല്ലാത്തൊരു ബോധിയാണ് സംഭവം, ഭയങ്കര ആഗ്രഹമാണ് സംഭവം. അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ അത് അങ്ങനെ കൊണ്ട് നടക്കുന്നത് പ്രത്യേകമായ രസമാണ്. വെളുത്ത തുടുത്ത വലിയ നയനങ്ങളുള്ള പെണ്ണ്. നമ്മുടെ ഹൂറികളാണല്ലോ ഇവർ, നമ്മുടെ ഹൂറികളാണിത്. അതുകൊണ്ട് നമുക്ക് ആ കണ്ണിലൂടെ ഒരു പ്രത്യേകമായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നോക്കിയിട്ട് മഹദിയായ സലീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, യാ യൂസുഫു മാ ഹസന ഇലൈക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സലീഖ റളിയല്ലാഹു തആല അൻഹ വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്ത സംഭവ സന്ദേശം, യാ യൂസുഫ് നിന്റെ കണ്ണ് വല്ലാത്ത സംഭവമാണ്. നീ വാട്സാപ്പ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് ഉസ്താദ്മാരോട് ചോദിക്കല്ലേ, എന്നോടും ചോദിക്കണ്ട. ഇന്നത്തെ സാഹചര്യം വെച്ചൊക്കെ പറയാണ്. യൂസുഫിനോട് പ്രണയ കഥ പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞിങ്ങനെയാണ്, നിന്റെ കണ്ണ് എന്ത് രസാ യൂസുഫേ. പെണ്ണുങ്ങന്മാരെ കാണുമ്പോ ചുമ്മാ കുനിഞ്ഞിരിക്കുന്ന നാണമില്ല എനിക്ക്. നീ ഒരു പുരുഷത്വം ഇല്ലാത്തവനാണോ യൂസുഫേ? നീ ഒരു പുരുഷത്വം ഇല്ലാത്തവനാ? എന്റെ തല വന്നിട്ട് ഉയർത്തിക്ക. എന്റെ മുഖത്തേക്ക് നോക്ക്. കാസർഗോട്ടാരി പെണ്ണുങ്ങന്മാർ ആരെല്ലാം ഇങ്ങനെ പറഞ്ഞ നമ്മള് മൊത്തത്തിൽ കഴിച്ചിട്ട് നോക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നോക്കിയിട്ട് പറയുകയാണ് സലീഖ, എന്റെ മുഖത്ത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അൻദുറു ബിഹിമാ ഇലാ റബ്ബി. എന്റെ കണ്ണെന്ന് പറയുന്നത് എന്റെ റബ്ബിന്റെ ഖുദ്റത്തിനെ കാണാൻ വേണ്ടിയുള്ളതാണ് സലീഖ. നിനക്ക് എന്റെ കണ്ണിനോട് ഇഷ്ടമാണെങ്കിൽ ഞാൻ മരണപ്പെട്ട് 3 ദിവസം കഴിഞ്ഞ് എന്റെ ഖബർ നീ ഒന്ന് തുറന്നു നോക്കിയാൽ ആദ്യമായി എന്റെ ശരീരത്തിൽ നിന്ന് അടർന്നു പോകുന്നത് കണ്ണാണ്. അന്ന് എന്റെ മുഖത്ത് നോക്കിയിട്ട് നീ വാക്ക് പറയുകയില്ല. ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അവളുടെ കണ്ണാണ് ഭയങ്കര അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി പോയത്. ഒരു വഴിത്തിരിവായി അദ്ദേഹത്തെ മാറ്റിയെടുത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു പെണ്ണ്. മുന്നിൽ ഇങ്ങനെ ഒരു പെണ്ണ് പോകുന്നു, പറയൽ എന്താ പിന്നെ എന്റെ പിന്നാലെ നിന്റെ കണ്ണ് ഹറാമാണ്, സൂക്ഷിക്കും. പിന്നെ മുന്നോട്ട് പോയി, പിന്നെ മെല്ലെ മെല്ലെ ലൈൻ അടിച്ച് മെല്ലെ മെല്ലെ പയ്യെ പോയി, പയ്യെ പറയും എന്താ എന്റെ പിന്നാലെ? എന്റെ കണ്ണേ കണ്ണേ എന്നൊക്കെ വിളിക്കുന്ന സംഭവം മനസ്സിലായപ്പോ എന്റെ കണ്ണ്, എന്റെ കുളിര്, എന്റെ ചങ്ക് എന്തൊക്കെ വിളിക്കുന്ന വിളിയ സംഭവം. കാര്യം സാധിക്കാൻ വേണ്ടി കാര്യം സാധിച്ചു കഴിഞ്ഞാൽ കറിവേപ്പിലയെ, പുല്ല്, എന്തൊക്കെ പിന്നെ വേസ്റ്റ് സാധനങ്ങളെ കുറിച്ച് പിന്നെ അടുത്ത വർഷം അതിനു വേണ്ടി ഇങ്ങനെ ആദ്യം എന്റെ കണ്ണ്, എന്റെ കണ്ണ്. ബഹുമാനപ്പെട്ട അവളുടെ പിന്നാലെ പോവുകയാണ്. വീടിന്റെ വാതിൽക്കൽ കയറുന്ന സമയത്ത് അവള് തിരിഞ്ഞു നോക്കി, എന്താണ് നിനക്ക് ആവശ്യം? എനിക്ക് നിന്റെ കണ്ണ്. അവരിറങ്ങിപ്പോയി റൂമിൽ കയറി കത്തിയെടുത്ത് കണ്ണ് രണ്ടും തുളച്ചെടുത്ത് പാത്രത്തിലിട്ട് ഭൃത്യന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. നീ ഇഷ്ടപ്പെട്ട കണ്ണ് എനിക്ക് നീ വേണ്ട ഈ ദുനിയാവിൽ. യാ പടച്ചോനെ, നമ്മളെങ്ങാനും അങ്ങനെ കണ്ണെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പൊ അന്ധന്മാരായാണ് ഈ മുന്നേ ഇരുന്ന്. നമ്മളങ്ങനെ എടുക്കുമോ? അത്രയ്ക്ക് ഈമാൻ. അന്ന് ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഹസൻ ബസ്രി റളിയല്ലാഹു തആല അല്ലാഹുവായിട്ട് അടുക്കുന്നത്. വലിയ മഹാനായി മാറിയത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത സാധനം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത നീ ഇഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ട. നിനക്ക് എന്റെ കണ്ണാണോ ആഗ്രഹം? എന്താ പിടിച്ച
എനിക്ക് ഇനി ഹറാമൊന്നും കാണണ്ടല്ലോ. അത്രയ്ക്ക് ഈമാൻ അവർക്കുണ്ടായിരുന്നു. നമ്മളിപ്പോ തുളയ്ക്കാനും പറിക്കാനൊന്നും പോണ്ട, ചുമ്മാ നീ ഒന്ന് സൂക്ഷിച്ചാൽ മതി. നിന്റെ കണ്ണ് നീ ഒന്ന് മൂടി വെച്ചാൽ മതി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൽ ലാ തറായിനുഹുമുന്നാർ, 3 വിഭാഗത്തിന്റെ കണ്ണുകൾ നാളെ നരകം തിന്നുകയില്ല. അതിൽ ഒന്ന് ഐനുൻ ഖല്ലത്ത് മഹാരിമില്ലാ, അതിലൊരു കണ്ണ് ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് സൂക്ഷ്മത പാലിക്കുന്ന കണ്ണാണ്. നമ്മളത് സൂക്ഷിച്ചു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പരസ്പരം നോക്കണേ, പരസ്പരം സല്ലപിക്കണേ. രണ്ടുപേരും കാണണം, ഭാര്യയും ഭർത്താവും തമ്മിൽ കാണണം. കണ്ടു കഴിഞ്ഞു, കണ്ടാ മാത്രം പോരാ, പിന്നെന്താ വേണ്ട? ഇതിപ്പോ കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല എന്ന മട്ടില്ല നമ്മൾ നോക്കുന്നത്. കണ്ടോ കണ്ടു എന്നാ കണ്ടിട്ടില്ല, കേട്ടോ കേട്ടു കേട്ടിട്ടില്ല. അതാണ് ഈ കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. അതുകൊണ്ട് എന്ത് പറയണം? കണ്ടു കേട്ടു എന്നതിന്റെ തെളിവെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പിന്നീട് അവളുടെ കൈകളെ നീ കൂട്ടിയിണക്കണേ, ചേർത്ത് പിടിക്കണേ. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സഖതത് ദുനൂബുഹുമാ മിൻ ഖിലാലി അസാബിഇഹിമാ, ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും പാവങ്ങളെ അല്ലാഹു കൊഴിപ്പിച്ചു കളയുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ കൈക്കൊക്കെ പിടിച്ചിട്ട് എത്ര നാളായി? പിടിക്കോളെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ പിടിയല്ല, അത് ജയിലിൽ കൊണ്ടുപോകും പോലീസുകാർ പിടിക്കുന്ന പിടിയാണ്. അങ്ങനെ പിടിക്കല്ല, ഓളുടെ കൈക്ക് ഇങ്ങനെ പിടിക്കണം. മെല്ലെ കൈവെള്ളയിലൊക്കെ ഒന്ന് പിടിച്ചൊക്കെ ഒന്ന് മെല്ലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഒന്ന് പിടിച്ചിങ്ങനെ പിടിക്കണം. ട്രംപ് പെണ്ണിന്റെ കൈക്ക് പിടിച്ചിട്ട് തട്ടിക്കളഞ്ഞു പോലും. ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല ഭാര്യ പിടിക്കുന്നത്. 2-3 പ്രാവശ്യം തട്ടിക്കളഞ്ഞു പത്രത്തിൽ വന്നു. അതുകൊണ്ടാണ് ഭാര്യയുടെ കൈക്ക് ഭർത്താവ് പിടിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ഈ ഹദീസ് ഇങ്ങനെ വന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ അതാണ് സ്നേഹമുള്ള ഭാര്യ. ഇത് ബാല് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 പേരും കൈക്ക് പിടിച്ചിട്ട് പോകണം കേട്ടോ. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആളെ ഏൽപ്പിച്ചാൽ അവർ പിടിച്ചോളും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പിടിക്കും, അല്ലെങ്കിൽ പിടിക്കാൻ വേറെ ആൾ വരും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പിടിച്ചോണ്ട് പോറാകത്തായിട്ട് ഭാര്യ ഫ്രണ്ട് കാറിൽ പോകുമ്പോ എങ്ങനെ പിടിക്കാൻ അവസ്ഥ? കാറിൽ പോകുമ്പോ ഓളുടെ കൈ എടുത്ത് ഗിയറിന്റെ ആ ലിവറിൽ വെക്കണം. ഗിയറിന്റെ ലിവറിൽ വെക്കണം. എന്നിട്ട് ഓളുടെ കൈയുടെ മുകളിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഗിയർ ആക്കണം. എന്താ സുഖം! എന്തോ പുതിയൊരു റെക്സിൻ കിട്ടിയതുപോലെ നല്ല റാഹത്ത. ഇന്ന് അങ്ങനെ തന്നെ പോപ്പോ ഒരു സുന്നത്ത് കിട്ടട്ടെ. അങ്ങനെ ഒരു സുന്നത്തായില്ല, അപ്പൊ റാഹത്തായി. ഉസ്താദ് പറഞ്ഞ പോലെ കൈയും പിടിച്ചല്ല. കുട്ടികൾ പറയുന്നുണ്ട് അറിയില്ല സംഭവം. ഓളിങ്ങനെ അതുകൊണ്ട് പെണ്ണുങ്ങന്മാരെ നിങ്ങളെന്നി പറയണ്ട, നിങ്ങളടുത്ത് പറയാൻ വേണ്ട. നിങ്ങളുടെ ഭർത്താൻ പറഞ്ഞു നിങ്ങൾ ആരെടുത്ത് നിങ്ങൾ ആ ഗിയറിൽ കൈ അങ്ങോട്ട് വെച്ചോ, കയറിയ പാടെ. അപ്പൊ അതിന്റെ മോളിൽ പിടിച്ച് മൂപ്പിലാണ് നിങ്ങൾ ഗിയർ ഇട്ടോളൂ, പ്രശ്നമില്ല. ഫസ്റ്റ് ഗിയർ അങ്ങനെ നടക്കട്ടെ കേട്ടോ, ഇൻഷാ അല്ലാഹ്. അതീതല്ലേ ഇത് ഞാൻ ഈ പറഞ്ഞിരുന്നത്. അപ്പൊ പെണ്ണുങ്ങളുടെ കൈ പിടിക്കുമ്പോൾ റാഹത്തായില്ലേ സംഭവം? മനസ്സിന് റാഹത്തായില്ലേ? തങ്ങൾ പറഞ്ഞ വാക്കല്ലേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ്, സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ്. അങ്ങോട്ട് സ്നേഹം കൊടുക്കണം, അവരിങ്ങോട്ട് സ്നേഹിക്കണം. അനിസയിലേഹാ വഅനിസത ഇലൈഹി. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹവ്വ ബിവിയെ സ്നേഹിച്ചു, ഹവ്വ ബിവി അതിനെ നബിയെ സ്നേഹിച്ചു. ഭയങ്കര സ്നേഹം, ഭയങ്കര സ്നേഹം. ഇഷ്ടംപോലെ മക്കളെല്ലാം കൊടുത്തുന്നല്ല അതീതിൽ. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. ധാരാളം പുരുഷന്മാരെയും ധാരാളം സ്ത്രീകളെയും അല്ലാഹു നൽകിയില്ലേ. അതാണ് പ്രണയകഥ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്നൽ ഫുസാഖ ഹും അഹ്ലുൻ നാർ. അധർമ്മകാരികൾ നരകത്തിലാണ്, അധർമ്മകാരികൾ നരകത്തിലാണ്. ഖാലൂ യാ റസൂലല്ലാഹ് വമനിൽ ഫുസാഖ് യാ റസൂലല്ലാഹ്. ആരെ ഉദ്ദേശിച്ചാണ് നബിയെ അങ്ങ് പറഞ്ഞത്? ആരാണ് അധർമ്മകാരികൾ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നിസാ, സ്ത്രീകളാണ്. സ്ത്രീകളാണ്. ഫുസാഖുകളല്ല സ്ത്രീകളാണ്. അധർമ്മകാരികളും അഹങ്കാരികളല്ല സ്ത്രീകളാണ്.
ഖാലു സഹാബത്ത് പറയുകയാണ് അബലൈസ ഉമ്മഹാതുനാ വഅഖവാതുനാ വഅസ്വാജുനാ, അത് നമ്മുടെ ഉമ്മമാരല്ലേ നബിയേ, നമ്മുടെ സഹോദരിമാരല്ലേ നബിയേ, നമ്മുടെ ഭാര്യമാരല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ ചോദിക്കുകയാണ്, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതേ ഖാല ബലാ, പക്ഷേ ശരി തന്നെയാണ് സഹാബ. ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകമായി ഞാൻ എടുത്തു പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇദാ ഉഅതീന ലം യശ്കുറുനാ വഇദാ ഉബ്തുലീന ലം യസ്ബിറുനാ ഔ കമാ ഖാല റസൂലുള്ളാഹി. നരകത്തിന്റെ അവകാശികളായ സ്ത്രീകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തില് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പറയുകയാണ്. ഞാൻ പഠിപ്പിച്ചത്, ഞാൻ പരിചയപ്പെടുത്തിയതും ഞാൻ പറഞ്ഞതുമായ സ്ത്രീകളെ കുറിച്ച് ഞാൻ പറയട്ടെയോ. ഇദാ ഉഅതീന ലം യശ്കുറുനാ, അവർക്ക് എത്ര കിട്ടിയാലും നന്ദിയില്ലാത്ത പെണ്ണുങ്ങളാണ്. ഭർത്താക്കന്മാരെ കഷ്ടപ്പെട്ട് കൊണ്ടുപോയി അധ്വാനിച്ചു കൊടുക്കും, സമ്പാദിച്ചു കൊണ്ടുപോയി കൊടുക്കും. അവൾ ഇഷ്ടപ്പെട്ടതന്ന് കിട്ടിയില്ല എങ്കിൽ അവൾ പറയും, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, ഞാൻ 20 വർഷമായി ഇച്ഛാ നിങ്ങളെ ഒപ്പം താമസിക്കുന്നു, ഇന്നേ വരെ നിങ്ങളിൽ ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറയുന്ന പെണ്ണ് ഫുസ്സാഖുകളിൽ പെട്ട പെണ്ണ, നരകത്തിന്റെ അവകാശിനിയായ പെണ്ണ. 19.25 വർഷവും നന്മ ചെയ്തു കൊടുത്ത ഈ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവള് പറഞ്ഞ ദിവസത്തിൽ ഒരു മാക്സി വാങ്ങി കൊടുക്കാതിരുന്നതിന്റെ പേരിൽ, അവൾ പറഞ്ഞ ദിവസത്തിൽ ഒരു ലെഗിൻസ് വാങ്ങി കൊടുക്കാതിരുന്നതിന്റെ പേരിൽ, അവൾ പറഞ്ഞ ദിവസത്തില് ബേക്കൽ ഫോർട്ടിൽ ഒന്ന് കൊണ്ടുപോകാത്തതിന്റെ പേരിൽ ഭർത്താവിന്റെ മുഖത്ത് നോക്കി യാതൊരു കൂസലുമില്ലാതെ അവള് പറയുകയാണ്, ഇന്നേ വരെ നിങ്ങൾ എനിക്കൊരു നന്മയും ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്ന പെണ്ണേ, നീ നരകത്തിലാണ് പൊന്നുമോളെ, നീ നരകത്തിലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഫുസ്സാഖുകളിൽ പെട്ടത് ഈ ക്വാളിറ്റിയുള്ള പെണ്ണാണ്. ചില പെണ്ണുങ്ങന്മാരുടെ സ്വഭാവമാണ്. അപ്പ നമ്മ എത്ര സഹായിച്ചാലും അവളുമാർക്ക് അങ്ങോട്ട് തൃപ്തിയാവൂല. 10-15 വർഷമൊക്കെ നമ്മൾ സഹായിച്ചു. ഈ വർഷം മാന്ദ്യം, പൈസ ഇല്ല, ഫുലൂസ് ഇല്ല. മോള് പറഞ്ഞ അനുസരിച്ചുള്ള ലെഗിൻസ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നല്ല തിളങ്ങുന്ന പർദ്ദ വാങ്ങി കൊടുക്കാൻ പറ്റില്ല, ഫുലൂസ് ഇല്ല. പക്ഷെ അല്ല, അടുത്ത മാസം ആകട്ടെ, ഞാൻ ഒന്നുകൂടെ പോയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചാ, ഇങ്ങനെ വെച്ചാ, നിങ്ങളെ കാട്ടിൽ നല്ലത് അപ്പുറത്ത് ഔക്കറിച്ചായ സ്നേഹിച്ചാൽ മതിയായിരുന്നു. ഞാൻ നിങ്ങളെ കൊണ്ട് എന്താ ഫായിദ? ഒരു ഫായിദ ഇല്ല. ഇങ്ങനെ തന്നെ എത്ര ദിവസം കൊണ്ട് ഞാൻ പറയും, നിങ്ങളൊരു പർദ്ദ വാങ്ങിച്ച പർദ്ദ എന്നാ ഇഷ്ടം പോലെ പർദ്ദയുണ്ട്, അലമാര തുറന്നു നോക്ക്. ഒരു 2 കുടുംബത്തിനുള്ള പർദ്ദയുണ്ട്. ഇന്ന് വാങ്ങി ചോദിച്ചിട്ട് വാങ്ങി കൊടുക്കാത്തതിന്റെ പിന്നെ അവള് പറഞ്ഞ വാക്ക്, നിങ്ങളെ കൊണ്ട് ഒരു മാഫി ഫായിദ എന്ന് പറഞ്ഞാൽ നീ നരകത്തിലാണെന്ന്. അല്ലാഹു അക്ബർ. വൈദാ ഉബ്തലീന ലം യസ്ബറനാ, വല്ല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ക്ഷീണമോ തളർച്ചയോ രോഗമോ കടമോ ദുഃഖമോ രോദനമോ വ്യതയോ വന്നാൽ ക്ഷമ അവലംബിക്കാത്ത പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നരകത്തിലാണ്, നരകത്തിലാണ്. ക്ഷമിക്കണേ മോളെ, ക്ഷമിക്കണേ പെങ്ങളെ. നിന്റെ ഭർത്താവിന്റെ പണം വരാത്തതിന്റെ പേരിൽ ഭർത്താവിനെ പുച്ഛിക്കരുതേ. നിന്റെ ഭർത്താവിന്റെ ആരോഗ്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭർത്താവിനെ പുച്ഛിക്കരുത്. നിന്റെ ഭർത്താവിനെ നിനക്ക് വേണ്ടവണ്ണം തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതിന്റെ പേരിൽ ആ ഭർത്താവിനെ നീ പുച്ഛിക്കരുതേ, ഭർത്താവിനെ തള്ളിപ്പറയരുതേ. നിന്റെ ജീവിതത്തിൽ നീ ക്ഷമ അവലംബിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിനക്ക് ഏറ്റവും നല്ല പ്രതിഫലമായ സ്വർഗമാണ് പെങ്ങളെ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ പേരിൽ നിനക്ക് വല്ല ദുഃഖങ്ങളോ പരീക്ഷണങ്ങളോ വന്നാൽ നീ ക്ഷമിക്കണേ, ക്ഷമിക്കണേ, ക്ഷമ അവലംബിക്കണേ. അങ്ങനെ ക്ഷമിക്കാത്ത പെണ്ണ് നരകത്തിന്റെ പെണ്ണാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ക്ഷമിക്കാത്ത പെണ്ണ് ഭർത്താവിന്റെ വിഷയത്തിൽ കുറച്ച് ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്തായാലും അറിയാം, നിങ്ങൾക്ക് റൂമിലോട്ട് കയറി അടുക്കളയിൽ കയറിയാല് മിക്സി ഓണാക്കാം, മാക്സി ഓണാക്കാം, എല്ലാം പരിപാടി തീർന്നല്ല. നെയ്പത്തലുമായി കോഴിക്കറിയായി 2 ഷൂഷൂന്ന് പൊട്ടിയോ. നമ്മ രാവിലെ പോയി പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് വെയിൽ കൊണ്ട് അവിടെ വെയിൽ കൊണ്ട് വെള്ളം കുടിച്ച്, അവിടെ നിന്ന് വെള്ളം കുടിച്ച് ചോറ് തിന്നാൻ പറ്റാതെ എല്ലാം കഴിക്കും, ഭയങ്കര രാഹത്ത് കുറഞ്ഞ് വിഷമിച്ച് അങ്ങനെ രാത്രി ക്ഷീണിച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടതിന് പകരം ഇച്ചങ്ങള് വട വാങ്ങിന വടയില്ല മറന്നു നിങ്ങൾക്കറിയാം. നന്ദികെട്ട മനുഷ്യനാണ് ഞാൻ, നന്ദികെട്ട മനുഷ്യനാണ്. അല്ല, മാങ്ങ മറന്നുപോയപ്പോ അള്ളാഹ് ഒന്ന് ആലോചിച്ചു, മാങ്ങ മറന്നുപോയി. പറയുന്ന വാക്കാണ്, പറയരുത്. ക്ഷമിക്കണം മോളെ, നീ ക്ഷമിക്കണം. അതാണ് സ്വാലിഹത്തായ പെണ്ണ്, അതാണ് സ്വാലിഹത്തായ പെണ്ണ്. ആ ക്ഷമ അവലംബിക്കണം. ഇനി നമ്മുടെ പെണ്ണുങ്ങന്മാർ എന്തെങ്കിലുമൊക്കെ ഈ മന്ദബുദ്ധികളാണ്,
ഒരു 20 പൈസ കുറവാ പെണ്ണുങ്ങന്മാർ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കല്ല, നാക്കിസാത്ത് വാക്കല്ല വിധങ്ങൾ പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങന്മാർ പറഞ്ഞാൽ നമ്മ കുറച്ച് സബൂറാക്കണം. നമ്മുടെ ശൈലി അതാണ്. അല്ല പിന്നെ ഓളെ ഇങ്ങനെ എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ നിന്നെ മൊയ്യലി അടുത്താളെ കെട്ടി, അവളും പ്രശ്നമാക്കി, അവളെ മൊയ്യലി അടുത്താളെ കെട്ടി. അതാണ് നരേന്ദ്രമോദി പ്രശ്നം ഇറക്കിയത്. ഇപ്പോ ചുമ്മാ കാണുന്ന പാടെ എല്ലാവരെയും മൊയ്യല്ലേ. അപ്പൊ കാസർഗോട്ടൊക്കെ അങ്ങനെയുള്ള എത്ര മൊയ്യല്ലിയുടെ പാവം പിടിച്ച പെണ്ണുങ്ങന്മാരൊക്കെ അല്ല കഷ്ടം. കല്യാണം കഴിച്ചിട്ട് അങ്ങനെ വിട്ടിട്ട് അങ്ങനെ പോകും. 2-3 വെമ്മക്കളായി കഴിഞ്ഞാൽ അങ്ങനെ വിട്ടിട്ട് അങ്ങ് പോകും. അവൻ ഹിജറ പോവാ, അടുത്തടുത്ത് പോയി അടുത്താളിനെ കെട്ടി ഹിജറ പോവാ. പാഹയന്റെ വെട്ടി മാറ്റണം. ഇങ്ങനെ അങ്ങോട്ട് പോലെ പെണ്ണിട്ട് അങ്ങനെ എത്ര ഞാനിപ്പോ 3 കുട്ടികൾ മരിച്ചില്ലേ. നമുക്ക് ഭയങ്കര വിഷമം വരും. ഒരുപാട് നമ്മളിതൊക്കെ സൂക്ഷിക്കണം. ഒരു അമാനത്താണ് ഈ പെണ്ണെന്ന് പറയുന്നത്. അമാനത്തെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഭാര്യമാരെ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. പ്രതിജ്ഞയാണ്. ഇത്രയും ആലിമ്യങ്ങള് സ്വാലിഹ്യങ്ങള് ഇത്രയും വലിയ വലിയ പണ്ഡിതന്മാര് സാക്ഷികൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ആ ഭർത്താവ് ഉമ്മ പെണ്ണിന്റെ ഉപ്പാന്റെ കൈക്ക് പിടിച്ചിട്ട് നമ്മുടെ കൈയും കൂടെ ചേർത്ത് നിൽക്കിയിട്ട് അല്ലാഹു തആല നിന്നോട് കൽപ്പിച്ച 2 കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരികയാണ്. ഒന്ന് നല്ലതുപോലെ ഓളെ നീ സംരക്ഷിക്കണം. 2 തസ്രീഹും ബിഇഹ്സാൻ. എന്തെങ്കിലും ഇടങ്ങേറ് കാണിച്ചാൽ മാന്യമായിട്ട് അവളെ മൊഴിയല്ലിക്കും. ഇടങ്ങേറ് കാണിക്കുകയാണെങ്കിൽ മാന്യമായിട്ട്. അതാണ് അതിനകത്ത് ഒരുപാട് വിശദീകരണങ്ങളിൽ ഞാൻ അതിലേക്കൊന്നും സമയമില്ലായിരിക്കും, അതിലേക്കൊന്നും കിടക്കാൻ. അതുകൊണ്ട് ഈ 2 കരാറിന്റെ അടിസ്ഥാനം. ഈ കരാറിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ബലിഷ്ഠമായ കരാറാണ്, ഉടയ്ക്കാൻ പറ്റാത്ത കരാറാണ്. ആ കരാർ എന്ന പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ 2 കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പെണ്ണിന്റെ അമാനത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പുരുഷന്മാരെ ഭർത്താക്കന്മാരെ നമ്മളോട് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. അത് പെണ്ണുങ്ങളാണ്, അത് വളഞ്ഞിരിക്കുന്ന എല്ലാണ്. അത് പെട്ടെന്ന് നിവർത്താൻ നീ ശ്രമിക്കരുതേ, ഒടിഞ്ഞു പോകും. പെണ്ണുങ്ങന്മാര് അങ്ങനെയാണ് സംഭവം. അങ്ങനെയൊക്കെ പറയും. എന്ത് ചെയ്യാനാ, മന്ദബുദ്ധികളാ, നമ്മൾ സഹിക്കണം. അതിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല എന്തെല്ലാം നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ചൊടിക്കുപ്പാ, ഭയങ്കര ചൊടിച്ചിലാണ്. ആയിഷ റളിയല്ലാഹു തആല ഭയങ്കരമായിട്ട് ചൊടിക്കും നബി തങ്ങളോട്. ഭയങ്കര ചൊടിച്ചാ നബി തങ്ങളോ സബൂർ 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 സബൂർ. മഹദിയായ ആയിഷ ഒരിക്കൽ ഖദീജ ബീവിയെ കുറിച്ച് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എപ്പോൾ വീട്ടിൽ നിന്ന് പുറയിൽ നിന്ന് പുറത്തേക്ക് പോയാലും ഖദീജ ബീവിയെ കുറിച്ച് പറയാത്ത ഒരു സന്ദർഭമില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ നടക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്. എന്റെ ഖദീജ അങ്ങനെയാണ്, എന്റെ ഖദീജ അവളിങ്ങനെ, എന്റെ ഖദീജ അങ്ങനെയാണ്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞു. അങ്ങോട്ട് പെരുത്ത് പ്രഷർ കയറുന്നു. കുറെ നേരമായിട്ട് ഇങ്ങനെ കയറുന്ന അങ്ങോട്ട് ആയിഷ ബീവിക്ക് കുറെ ഇങ്ങനെ പറയും. പെണ്ണുങ്ങന്മാരെ അസൂയ ഉണ്ടോ എന്നൊന്നും അല്ല തുടങ്ങിയത്. 1400 വർഷം മുമ്പേ ഉണ്ട് സംഭവം. അതുകൊണ്ടല്ലേ നമുക്ക് 2 പെണ്ണെട്ടാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമ്മക്ക് ഇപ്പൊ എത്ര 2-3 പെണ്ണെട്ടെ. വേറെ പെണ്ണുങ്ങന്മാരുടെ കാര്യം പറഞ്ഞാൽ തീർന്നു. ഭക്ഷണത്തിലെല്ലാം വിമ്മായിരിക്കും. പിന്നെ തൂറ്റലോടെ തൂറ്റലായിരിക്കും സംഭവം. അപ്പൊ പറയും, എന്റെ സബിയ എനിക്ക് ഇനി വേറൊരു പെണ്ണും വേണ്ട, ഒന്നും വേണ്ട, അല്ലാ ഇത് മതിയേ, ഇത് മതിയേ. സൂക്ഷിച്ച് സംസാരിച്ചോണം കേട്ടോ. നമ്മ സംസാരിക്കുന്നത് നമ്മുടെ ഭാര്യ കേൾക്കാത്തോണ്ടാണ് ഞാനീ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. അവളിത് കേൾക്കുന്നില്ലല്ലോ. എത്രയോ ദൂരത്തേക്ക് ഇപ്പോ ഉറങ്ങിക്കാണും. നമ്മളിപ്പോ എന്ത് കേൾക്കാൻ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തർ കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഭാര്യക്ക് ആരും ഇതൊന്നും പറഞ്ഞൊന്നും കൊടുക്കൂല. അവിടെ ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ഖദീജ റളിയല്ലാഹു തആലയെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം കൂടെ ചോദിച്ചിട്ട് ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഹൽ കാനത ഇല്ലാ ജൂസാ. കിളവിയെ കുറിച്ച് എന്തിനാ നബി എന്റെ അടുത്ത് പറയുന്നത്? കിളവി ഞാൻ 18ന്റെ പൊന്ന്, അത് കിളവിയല്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് അംബാസഡർ, ഞാൻ ബെൻസ്. ഹൽ കാനത ഇല്ലാ ജൂസാ വഖദ് അഖ്ലഫക അല്ലാഹു ഖൈറൻ മിൻഹാ. അവരെക്കാൾ ആ വയസ്സ്
ആസിയേക്കാൾ എത്രയോ ശ്രേഷ്ഠയായ പെണ്ണുങ്ങളെ അല്ലാഹു അങ്ങേക്ക് നൽകിയിരിക്കെ എന്തിനാണ് എപ്പോഴും ഖദീജ ഖദീജ എന്ന് പറയുന്നത്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ദേഷ്യമായി. എത്രത്തോളം ഹദീസിൽ കാണാം, ഹത്താ ഹതസ്സ മഖഅദു ശൈരിഹി മഖദമ ശൈരിഹി മിനൽ ഗളബി. അല്ലാഹുവിന്റെ റസൂലിന്റെ കോപം, ആ കോപം തന്റെ ഉച്ചിമുടി ചലിക്കുമാർ, ഉച്ചിമുടി ഇളകുമാർ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് അത് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ആ കോപം ജ്വലിച്ചു നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഖദീജ കളവി എന്ന് വിളിച്ചത് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഭാര്യ എപ്പോഴും ചെറുപ്പക്കാരിയ, കളവിയല്ല, അങ്ങനെ മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലയിലൊക്കെ പുതിയാപ്പിള പുതിയാപ്പിള എന്ന് പറയുന്ന പോലെ 90 വയസ്സിലും എന്റെ പുതിയാപ്പിള എന്നെ അല്ല പുതിയാപ്പിള, എന്റെ മയ്യത്തന്റെ പുതിയാപ്പിളയുടെ കബറിനടുക്കൽ കൊണ്ട് നടക്കണമെന്ന് പറയും. അവിടെ എപ്പോഴും പുതിയാപ്പിളയാ എന്ന് പറയുന്നത് പോലെ എന്റെ ഖദീജ അവൾ കിളവിയല്ല ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ ദേഷ്യം കൊണ്ട് പറയുകയാണ്, ലാ വല്ലാഹി മാ ഖലഫനി അല്ലാഹു ഖൈറൻ മിൻഹാ ഇല്ലാ ആയിഷ. അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരു പെണ്ണിനെ, ഒരു ഭാര്യയെ അല്ലാഹു എനിക്ക് നൽകിയിട്ടില്ല ആയിഷ. എപ്പോഴും അങ്ങോട്ട് നീ അങ്ങോട്ട് ദേഷ്യപ്പെട്ട നിന്നെക്കാള് അവളെക്കാൾ വലിയ ശ്രേഷ്ഠയായ പെണ്ണിനൊന്നും എനിക്ക് അല്ലാഹു തന്നിട്ടില്ല. എന്നിട്ട് എന്താ കാരണം പറഞ്ഞെടുത്തു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ഖദീജ ബീവിയെ കുറിച്ച് പറയുകയാണ്, ലഖദ് ആമനത് ബി ഇദ് കഫറനി അന്നാസ്. ജനങ്ങളെല്ലാം എന്നെ നിഷേധിച്ച് തള്ളിയപ്പോ എന്നെ പരിശുദ്ധമായ ദീനിലേക്ക് പിടിച്ചു നിർത്തിയതോ, അല്ലാഹുവിന്റെ അസ്തിത്വത്തെ ഞാൻ വിളംബരം ചെയ്തപ്പോ ആദ്യമായി സ്ത്രീ സമൂഹത്തിൽ നിന്ന് ചങ്കൂറ്റത്തോടെ ധൈര്യസമേതം മുന്നോട്ട് വന്നത് അതെന്റെ ഖദീജയാണ് ആയിഷ. വസദ്ദഖത് ജനങ്ങളെല്ലാം എന്നെ കളവ് പറഞ്ഞ് തള്ളി പറഞ്ഞപ്പോ എന്റെ ഖദീജയാണ് എന്നെ യാഥാർത്ഥ്യമാക്കിയത്. എന്റെ ഖദീജയാണ് ഞാൻ സത്യസന്ധനാണെന്ന് വിളിച്ചു പറഞ്ഞത്. സമ്പത്തില്ലാതെ പണമില്ലാതെ പരിശുദ്ധമായ ദീന് നിലനിർത്താൻ പണമില്ലാതെ കഷ്ടപ്പെടുമ്പോ എന്റെ ഖദീജയാണ് പണം നൽകി എന്നെ സഹായിച്ചത് ആയിഷ. മാത്രമല്ല ലഖദ് റസഖനി അല്ലാഹു ഔലാദാ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകിയത്, സന്താനങ്ങളെ നൽകിയത് അതെന്റെ ഖദീജയിലൂടെയാണ്. മറ്റൊരു പെണ്ണുങ്ങളിലൂടെ എനിക്ക് മക്കളെ അല്ലാഹു സമ്മാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആയിഷേ എന്റെ ഖദീജയാണ് മറ്റുള്ള പെണ്ണുങ്ങളെക്കാൾ എനിക്ക് ശ്രേഷ്ഠ. മനസ്സിലായോ? എന്റെ ഭാര്യ മറ്റുള്ളവരെ ഇഷ്ടമില്ല എന്നല്ല, ഇഷ്ടമില്ല സ്നേഹമില്ല എന്നല്ല അതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖത്ത ഫിൽ അർളി അർബഅ ഖുതൂത്, അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിൽ 4 വര വരയ്ക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, ഹൽ തദറൂന മാ ഹാദാ, ഇതെന്തെന്ന് നിങ്ങൾക്ക് അറിയുമോ സഹാബ? ഖുൽനാ അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവും റസൂലും അല്ലാതെ ഞങ്ങൾക്കറിയില്ല നബിയേ. ഓരോ വര വരച്ചിട്ട് ഒന്നാമത്തെ വരയിൽ കൈവിരൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹാ. ഒന്നാമത്തെ വരയിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വർഗ്ഗത്തിലെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ പട്ടികയിലെ ഒന്നാമത്തവള് ശ്രേഷ്ഠയായവള് അത് ഖുവൈലിദിന്റെ പൊന്നുമോള് ഖദീജയാണ്. അത് എന്റെ പ്രിയങ്കരിയാണ്, എന്റെ പ്രിയതമയായ ഖദീജയാണ്. ഒന്നാമത്തെ വര വരച്ചിട്ടുണ്ട് തങ്ങൾ പറഞ്ഞ വാക്കതാണ് അഫ്ളൽ നിസാഇ അഹ്ലിൽ ജന്ന. രണ്ടാമത് ഫാത്തിമത്ത് ബിൻതു മുഹമ്മദ്. അങ്ങനെ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞു. നമ്മുടെ വിഷയമല്ലല്ലോ ഖദീജ. അതാണ് ആയിഷ ബി പറഞ്ഞു, എന്റെ വിവരമില്ലായ്മയോട് ഞാൻ പറഞ്ഞതിന് മേലിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ പറയുകയില്ല നബിയേ. അതാ വേണ്ടത്. നമ്മൾ വെറുതെ ചൊടിച്ചിട്ട് കാര്യമില്ല. ഭർത്താക്കന്മാരെ ചൊടിപ്പിച്ചിട്ട് എരികേറ്റി വിട്ട ഓം പോയിട്ട് രണ്ടാമത് കെട്ടി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. നിന്നെ ഇനി കെട്ടാൻ ആരുമില്ല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി മുണ്ടാതെ സൂക്ഷിച്ച് അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്ത് കഴിഞ്ഞു. അത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്. ഏറ്റവും നല്ല കാര്യമാണ്. ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംശയം.
ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് എന്താണ്? ലാ യത്റുഖു അഹദുകും അഹ്ലഹു യത്ലു ബഅസറാതിഹിം ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ ആരും നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ സംശയിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കരുത്. ഭാര്യയെ സംശയിച്ചുകൊണ്ട് പാതിരാ സമയത്ത് അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുറിയിലേക്ക് പുറയിലേക്ക് പോകരുത്. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. ഭാര്യയെ സംശയിക്കാൻ പാടില്ല, ഭർത്താവിനെ സംശയിക്കാൻ പാടില്ല. നമുക്ക് രണ്ടുപേർക്കും നമ്മളൊരു ഇഷ്ടം ഉണ്ടാകണമല്ലോ, ഒരു ഉറപ്പുണ്ടാകണമല്ലോ, ഒരു സ്നേഹബന്ധം ഉണ്ടാകണമല്ലോ. അതല്ലേ ബന്ധം, അതല്ലേ സ്നേഹബന്ധം, അതല്ലേ കുടുംബ ബന്ധം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അൽ ഹയാഉ തതകാഫഉ വ തതആബദു. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു ഇഷ്ടമാണ്, ഒരു സഹകരണമാണ്, ഒരു വിശ്വാസമാണ്, ഒരു സ്നേഹമാണ്. വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ അതാണ്. പരസ്പരം ഒരു വിശ്വാസമാണ്. എനിക്ക് നിന്നെ വിശ്വാസം, നിനക്ക് എന്നെ വിശ്വാസം. അതാണ് വിശ്വാസം. അതാണ് വേണ്ടത്. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വിശ്വാസം ഇല്ല എങ്കിൽ എല്ലാം തകർന്ന്, എന്തൊക്കെ വന്നാലും തകർന്ന്. അതുകൊണ്ട് നമ്മുടെ പെണ്ണുങ്ങന്മാർ കുറച്ച് ശ്രദ്ധിക്കണം, ആണുങ്ങളും കുറച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ഭാര്യയെ നമുക്കൊന്ന് രഹസ്യമായിട്ട് നമുക്ക് വാച്ച് ചെയ്യാം, പക്ഷെ കാണുന്നതിനെല്ലാം അവൾ അങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, ഇവൻ അത് നമ്മൾ പറയാൻ പാടില്ല, പറയാനേ പാടില്ല. ഭർത്താക്കന്മാരോട് കൂടുതൽ സ്നേഹമുള്ളവരായി മാറിയാൽ അവൾക്ക് സ്വർഗമല്ലാതെ മറ്റ് പ്രതിഫലമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സ്വർഗ്ഗസ്ത്രീ കുറിച്ച് വിശേഷിപ്പിക്കുന്ന കൂട്ടത്തില് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിസാഉകും മിൻ അഹ്ലിൽ ജന്ന. നിങ്ങളിൽ സ്വർഗ്ഗസ്ത്രീകളായ പെണ്ണ് ആരെന്ന് പറയട്ടെയോ സഹാബ? നിങ്ങളിൽ സ്വർഗ്ഗസ്ത്രീകളായ പെണ്ണ് അൽ വദൂദ്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണ് സ്വർഗ്ഗസ്ത്രീകളായ പെണ്ണാണ്. അല്ലദീ ഇദാ ആദത ഊദീത്. നിന്റെ ഭർത്താവ് നിന്നെ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വല്ല അനിഷ്ടമായ സംഭവങ്ങളോ വാക്കുകളോ നീ കേട്ടു എന്നിരിക്കട്ടെ, രണ്ടുപേരും ചുടിച്ചിട്ട് രണ്ട് ധ്രുവങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ എന്റെ പൊന്നുപെങ്ങളെ, നിനക്ക് സ്വർഗത്തിൽ പോകണോ? തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് നീ കടന്നു വരണമേ. ഭർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ കൈത്തണ്ട ആ ഭർത്താവിന്റെ കൈയുടെ ഉള്ളിൽ നീ വെക്കണേ. എന്നിട്ട് നീ പറയണം, എന്റെ ഇച്ഛാ, നിങ്ങൾ എന്നോട് സംസാരിക്കാത്ത സമയം, നിങ്ങൾ എന്നോട് മുണ്ടാണ്ടിരുന്നാൽ, നിങ്ങൾ എന്നോട് സഹകരിക്കാതിരുന്നാൽ, എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാതിരുന്നാൽ, ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ഒരു പിടി ഭക്ഷണം കഴിക്കുകയോ ഞാൻ ചെയ്യുകയില്ല. അതുകൊണ്ട് എന്നോട് പൊറുക്കണേ, എന്നോട് പൊറുക്കണേ എന്ന് പറയുന്ന പെണ്ണേ, നീയാണ് സ്വർഗസ്ത്രീയായ പെണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, എന്റെ പൊന്നു പെങ്ങന്മാരൊന്ന് കേൾക്കട്ടെ. ഇദാ ഹറബത്തിൽ മർഅത്തു മിൻ ബൈതി സൗജിഹാ. ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒരു ഭാര്യ പുറത്തേക്ക് ഇറങ്ങിയാൽ, മിൻ ഗൈരി ഇദ്നി സൗജിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ. തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഷോപ്പിംഗിനെന്ന് പറഞ്ഞിട്ട്, മരിപ്പ് എന്ന് പറഞ്ഞിട്ട്, രോഗികളെ കാണാനെന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവിനോട് ഒരു ഫോൺ കോളെങ്കിലും വിളിച്ചു ചോദിക്കാതെ തന്റെ പുരയിൽ നിന്ന് പുറത്തേക്ക് പോയ പെണ്ണുങ്ങളെ, ലഅനത്ഹാ അൽ മലായിക ഹത്താ തർജിഅ ഇലാ ബൈതിഹാ. അവളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ, അല്ലാഹുവിന്റെ കോപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ തന്റെ പുരയിലേക്ക് മടങ്ങി വരുന്നത് വരെ മാലാഖമാർ, അല്ലാഹുവിന്റെ മാലാഖമാർ അവളെ ശപിക്കുകയാണ്. അല്ലാഹുമ്മൽ അൻഹാ, അല്ലാഹുമ്മൽ അൻഹാ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഇറങ്ങിപ്പോയവളാ. ഭർത്താവിനോട് ഒരു ഫോൺ കോളിലൂടെ ചോദിച്ചിട്ട് ഭർത്താവിന്റെ അനുവാദം വാങ്ങാതെ ഇറങ്ങിപ്പോയവളാണ്. അല്ലാഹുവേ, ഇവളെ നീ ശപിക്കണേ നാഥാ, ഇവളെ നീ ശപിക്കണേ നാഥാ എന്ന് ആ ഭാര്യയെ, ആ പെണ്ണിനെ മാലാഖമാർ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഹദീസ് കൂടെ കേട്ടോ എന്റെ പൊന്നുമങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തവും കടമകളും ബാധ്യതകളും എത്രത്തോളം എന്ന് വെച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ സല്ലത്തിൽ മർഅ, ഒരു പെണ്ണ് നമസ്കരിക്കുകയാ, വലം തദ്ഉ ലിസൗജിഹാ, ആ നമസ്കാര ശേഷം തന്റെ ഭർത്താവിന് വേണ്ടി ഒരു ഭാര്യ ദുആ ചെയ്തില്ല എങ്കിൽ, ലം തുഖ്ബൽ
റുദ്ദത് അലൈഹാ സലാത്തുഹാ, അവളുടെ സലാത്ത് മടക്കപ്പെടും, അവളുടെ നമസ്കാരം മടക്കപ്പെടും. ഹത്താ തദ്ഉ ലിസൗജിഹാ, തന്റെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്യുന്നത് വരെ അവളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു ഭാര്യ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് എത്ര ചൊടിച്ച് നിങ്ങൾ ഇരുന്നാലും നിങ്ങളുടെ നമസ്കാരം കഴിഞ്ഞിട്ട് എന്റെ പൊന്നു പെങ്ങളെ, അല്ലാഹുവേ എന്റെ ഇക്കാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ ഇക്കാക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. എന്റെ ഇക്കായുടെ ആഫിയത്താണ് ഞങ്ങളുടെ ജീവന്റെ തുടിപ്പ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്പന്ദനം, ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷം. എന്റെ ഇക്ക ജീവിച്ചിരിക്കലാണ്. അതുകൊണ്ട് അല്ലാഹുവേ എന്റെ ഇക്കാക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ, എന്റെ ഇക്കാടെ കച്ചവടത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ, എന്റെ ഇക്കാടെ യാത്രയെ നീ സംരക്ഷിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ പെണ്ണുങ്ങളെ, എന്ന് ദുആ ചെയ്യണേ പെണ്ണുങ്ങളെ. നിങ്ങൾ ഏത് വഖത്ത് നമസ്കരിച്ചാലും, എത്ര റക്അത്ത് നമസ്കരിച്ചാലും, എത്ര സുന്നത്ത് നിങ്ങൾ നമസ്കരിച്ചാലും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ നമസ്കാരത്തിന് ശേഷം മറന്നു പോകരുത്. ആ ഭർത്താവിന് വേണ്ടി നിങ്ങൾ കരങ്ങൾ ഉയർത്തി നിറക്കണ്ണുകളോടെ റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്തില്ല എങ്കിൽ എന്റെ പൊന്നു പെങ്ങളെ, റുദ്ദത് അലൈഹാ സലാത്തുഹാ, അവളുടെ സലാത്ത്, അവളുടെ നമസ്കാരം അല്ലാഹു മടക്കി കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ മഹത്വമാണ്. ബക്കറ്റ് കണ്ട പ്രസംഗം തീർന്നു എന്നാ എൻ്റെ അർത്ഥം. തീർന്നില്ല, ഇനി ഒരുപാട് പറയാനുണ്ടല്ലോ. സംഭവം അരമണിക്കൂറിൽ പറയും. കൊടുത്തോ ബക്കറ്റ് എടുത്തോ. അതിന് പോലെ ഇപ്പൊ പറഞ്ഞില്ല, പെണ്ണുങ്ങളും ആണുങ്ങന്മാരും തമ്മിലുള്ള എല്ലാം പറഞ്ഞു. അവിടെ ഇരി, സമാധാനത്തെ അവിടെ ഇരുന്നോ. ബക്കറ്റ് പോയാ കണ്ടില്ല, ഞാൻ അത് കണ്ടുകൊണ്ടാണ്. സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഒക്കെ പെണ്ണുങ്ങന്മാർ ഇപ്പൊ ചൊടിച്ചിട്ടിരിക്കുകയായിരിക്കും. ഇനി കൊടുക്കുമോ എന്തോന്ന് അറിയില്ല. അല്ലാഹു അലം. ഇല്ല ഞാൻ വരുന്ന നല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മസാല ഇവിടെ ഉണ്ട്. സംഭവം നല്ല മട്ടൻ മസാല, മട്ടൻ സ്റ്റ്യൂ തന്നെ തരാം. അവിടെ അൽഹംദുലില്ലാഹ്. എല്ലാവരും ഒന്ന് ബക്കറ്റ് വരുമ്പോൾ സഹായിക്കണം കേട്ടോ. കേട്ടോ എന്റെ ഭർത്താക്കന്മാരും ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കണം. ഇതിന്റെ എപ്പോഴേ ബാലിലൂടെ കേൾക്കുക, എപ്പോൾ കേൾക്കുകയല്ല. ബാന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ മിണ്ടാതെ പോയാൽ കേൾക്കണ്ടേ, പഠിക്കണ്ടേ. ഇതൊക്കെ അവിടെ ഇരിക്കും കുറച്ചു നേരം. ഏടപ്പം നിങ്ങൾ ധൃതി പിടിച്ച് പോകുന്നത്? അടിയിരിക്കപ്പാ. എവിടെ പോകുന്നത്? ധൃതി അല്ല. ഞാൻ ഇനി തിരുവനന്തപുരം വരെ പോകണം, കൊല്ലം വരെ പോകണം. സുബൈ കഴിഞ്ഞ് നാളെ എത്ര മണിക്ക് എത്താം? അല്ലാഹു അലം. എന്റെ കൈ തന്നെ പാങ്ങില്ലാതിരുന്നിട്ട് തന്നെ എന്നെ ലീവ് എടുത്ത് ചോദിച്ചിട്ട് പറ്റില്ല ഉസ്താദ് വന്നേ തീരുള്ളൂ എന്നെ ഭീഷണിപ്പെടുത്തി വരുത്തിയതാ. ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകൾ, ഹക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ കടമ എന്താ? ഭർത്താവിന് ദ്വാരക്കണം അല്ലേ? കാരണം എത്ര ഹക്കാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാങ്ങൾ വിചാരിച്ചത്? എന്താ പിന്നെ റോബോട്ട്, മിഷൻ? അങ്ങക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന സാധനം, പൈസ ഉണ്ടാക്കി തരുന്ന ATM ഈ സാധനം. അങ്ങോട്ട് കുനിച്ചു നിർത്താ, ഒരു വര വരയ്ക്കുക, പൈസ എടുക്കുക. അതല്ല അതിന്റെ അർത്ഥം. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തം എന്താണ്? യാ മഅശറൻ നിസാ لو تعلمن بحق أزواجكن عليكن لجعلت المرأة منكن تمسح الغبار عن قدمي زوجها بخد وجهها أو كما قال رسول الله. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീ സമൂഹത്തോട് ഇതാ ഉപദേശിക്കുകയാണ്. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉപദേശിക്കുകയാ, സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള കടമകൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ആ ഭർത്താവിന്റെ കാലിന്റെ കീഴിലുള്ള പൊടി നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ നക്കിയെടുക്കുമായിരുന്നു. മനസ്സിലായോ? നമ്മുടെ ഇച്ചായോടുള്ള ഉത്തരവാദിത്തം മനസ്സിലായോ? ഇന്ന് പോയിട്ട് കാലടിച്ച് നക്കിക്കോ. കുറച്ച് നക്കൊന്നും വേണ്ട, ചെരുപ്പെങ്കിലും തുടച്ചു കൊടുത്താൽ വലിയ കാര്യം. ചെരുപ്പ് തുടയ്ക്കാൻ പറയും ഓളെ വിളിച്ചിട്ട്, സബി ആ ചെരുപ്പം തുടച്ചിട്ട് ഞാൻ നിങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ചെരുപ്പ് കുത്തിരിപ്പുണ്ട്, അത് കൊടുത്താൽ മതി. ഷൂ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ എന്നെ ഒന്ന് പോളിഷ് ചെയ്ത് നിങ്ങളുടെ ചെരുപ്പ് തുടയ്ക്കാനല്ലേ എന്റെ ഉപ്പ എന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് കെട്ടിച്ചേർന്നത്. അങ്ങനത്തെ പെണ്ണുങ്ങന്മാരപ്പ പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്നാ അടുത്തൊരു ഹദീസ് കേട്ടാലോ? ഏതെങ്കിലും ഒരു ഭാര്യ
ഭാര്യയുടെ ഹക്കെന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യമാണോ? അവളുടെ ഉത്തരവാദിത്വം നിറവേറുകയില്ല. في منخريه من منخريه سديد ومن الآخر دم. മൂക്കിന്റെ രണ്ട് ദ്വാരത്തിലെ ഒരു ദ്വാരത്തിലൂടെ രക്തവും മറ്റൊരു ദ്വാരത്തിലൂടെ അഴുക്കും വരികയും അവൾ അത് ഉറിഞ്ചിയെടുക്കുകയാണ്, നക്കിയെടുക്കുകയാണ്. എന്നാൽ പോലും തന്റെ ഭർത്താവിനോടുള്ള കടമകൾ പൂർത്തിയാക്കിയവളാവുകയില്ല. ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് സാധനം വരുന്നു അല്ലേ? എന്താ പറയാ, ഷാർജ ജ്യൂസ് എന്ന് പറയാം ഞങ്ങളുടെ നാട്ടില്. ഫുഡിങ് ഒരു സൈഡിലൂടെ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നല്ല മഞ്ഞ കളറിലാണ് വരുന്ന സംഭവം, ഷമാമിന്റെ കൂട്ട്. ഒരു സൈഡില് രക്തം വരികയാണ്, മറ്റൊരു സൈഡില് അഴുക്ക് വരികയാണ്. അവള് ഉറിഞ്ചിയെടുക്കാണ്, നക്കിയെടുക്കാണ് ഈ മൂക്കള. ലോകത്ത് അറിയാവുന്ന നടക്കുമോ ഈ സംഭവം? നടക്കുമോ ഇങ്ങനെ സംഭവം? അങ്ങനെ ചെയ്താൽ പോലും എന്റെ പെങ്ങളെ എന്റെ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റിയവളാവുകയില്ല. ആരാ അങ്ങനെ ചെയ്യാ? നമ്മുടെ ഭാര്യമാരുടെ മുന്നിൽ കൊണ്ട് മൂക്കിലൊന്ന് കൈയിട്, കൊണ്ടുപോയി ഡെറ്റോളിൽ 3 മണിക്കൂർ മുക്കി വെച്ചിട്ടാ മനുഷ്യ. ആ കൈ ഇങ്ങോട്ട് കൊണ്ടുവരും. പെണ്ണുങ്ങന്മാരുടെ അടുത്ത് പോയി മൂക്കിലൊന്ന് കൈട്ട് പിടിക്കൂല, പിന്നെ നക്കാൻ പോണത് സംഭവം. പള്ളിയിൽ എഴുതി കൊടുക്കും, ഉസ്താദ് എനിക്ക് ഇച്ചാനെ പറ്റൂല. എന്താ അത്? മൂക്കളെ നക്കാൻ പറയും, നമ്മളെ കൊണ്ട് പറ്റൂല ഉസ്താദ്. ആ വിഷയത്തിൽ തലാക്കിയ. എന്റെ ഉപ്പ എന്നെ കല്യാണം കഴിപ്പിച്ചത് മൂക്കളെ നക്കിക്കാനാ. അങ്ങനെ ചെയ്താൽ പോലും നമ്മളോടുള്ള ഹക്ക് തീരൂലെന്ന് ആലോചിച്ച് നോക്കി. എത്ര ബാധ്യതയായിരിക്കും ഒരു ഭർത്താവിനോട് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനോട് എത്ര ഹക്കായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടി. ആരുടെയും മൂക്കളെ കുടിക്കാനോ അഴുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ പറയല്ല. അങ്ങനെ നമ്മൾ ചെയ്യൂല. കാരണം അത് അത്രയും നമുക്കൊരു വെറുപ്പുള്ള ഒരു സാധനമാണ്. ആ വെറുപ്പുള്ള സാധനം പോലും നീ കഴിച്ചാലും ആ ഭർത്താവിനുള്ള ഉത്തരവാദിത്വം നിറവേറ്റില്ല. അതാണ് ഭർത്താവ്. അത്രയ്ക്ക് ഹക്കുകൾ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയ്ക്ക് ഗൗരവത്തോടു കൂടി പറഞ്ഞത്. അദ്ദേഹത്തിന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ സഹോദരിമാരെ? നിങ്ങളത് എന്താ മനസ്സിലാക്കാത്ത? നിങ്ങൾ അദ്ദേഹത്തെ ഒരു നരകവാസിനിയായ പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ലാ തുകല്ലിഫു സൗജഹാ. സ്വർഗ്ഗവാസിനിയായ പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറയുന്നു, ഇംറഅത്തുൻ ലാ തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്. ഒരു ഭർത്താവിനെ കൊണ്ടെടുക്കാൻ പറ്റാത്ത പണി അടിച്ചേൽപ്പിക്കരുതേ. ആ അടിച്ചേൽപ്പിക്കാത്ത പെണ്ണെ നീ സ്വർഗ്ഗത്തിലാണ്. നബിയുനാ റസൂൽ നമ്മുടെ ഭർത്താവിനെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത പണി അടിച്ചേൽപ്പിക്കരുത്. ഒരു ഭാര്യ എനിക്ക് അത് വേണം ഇത് വേണം നിർബന്ധം പിടിക്കരുത്. അങ്ങനെ നിർബന്ധം പിടിക്കാതെ ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നീ സ്വർഗ്ഗത്തിലാണ്. വലിയ ഭാഗ്യ ഒരു ഭർത്താവ് സ്വർഗ്ഗത്തിൽ പോകാൻ, ഒരു ഭാര്യ സ്വർഗ്ഗത്തിൽ പോകാൻ ഒരു കാരണം ഒരു ഭർത്താവിന്റെ എല്ലാം ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ കഴിഞ്ഞു കൂടണം. എല്ലാം തൃപ്തിപ്പെടണം. ഭർത്താവ് എന്ന് പറഞ്ഞ അങ്ങനെ അതാണല്ലോ ഭർത്താവ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അത്രയ്ക്കും ഗുണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രത്തോളം മഹത്വം ഭർത്താക്കന്മാരെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ അമാനത്താണ്. ആ അമാനത്ത് എന്ന് പറയുന്ന സമ്പത്തിനെ, അമാനത്ത് എന്ന് പറയുന്ന സ്വത്തിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണേ. നമ്മളെ തകർക്കരുത്, ഉടയ്ക്കരുത്, അടിക്കരുത്, പീഡിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തി, മാലാഖമാരെ സാക്ഷ്യപ്പെടുത്തി, ഖാലിമാരെ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ മുന്നിലേക്ക് ഇതാ ഒരു പെണ്ണിന്റെ പിതാവ് ഏൽപ്പിച്ചു തരുന്ന ആ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്ന അമാനത്തിനെ നിങ്ങൾ ഉടയ്ക്കരുതേ, തകർക്കരുതേ. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട സഹോദരിമാർ പല പ്രാവശ്യവും ചൊടിക്കാറുണ്ടായിരുന്നു, ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെല്ലാം ക്ഷമിക്കുമായിരുന്നു. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയങ്കരിയായ ആയിഷ വദഫഅത് അലാ സദ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിൽ ഒരു ഇടി ഇടിക്കുകയാണ്.